ഹരിശ്രീ ഗണപതേ വിഘ്നസ്തു ശ്രീ ഗുരുഭ്യോ. അധ്യാത്മരാമായണം ഗദ്യപാരായണം 41 ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് സീതയെ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ കാട്ടിൽ മുനിമാരുടെ അടുത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്ന് തന്നെ പറയാം. അതാണ് അത് കേട്ട് സീത മുനിമാരുടെ അടുത്ത് എത്തിയപ്പോഴാണ് സീത ഈ കാര്യം അറിയുന്നത്. സീത കരയുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് നമ്മൾ നിർത്തിയത്. ആ സീതാ വിലാപം നമുക്ക് വായിച്ചു തുടങ്ങാം. ഇതു കേട്ട മാത്രയിൽ സീതാദേവി മോഹാലസ്യപ്പെട്ട് നിലത്തു വീണു. അല്പസമയം കഴിഞ്ഞ് ബോധം വീണപ്പോൾ നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ പറഞ്ഞു, അയ്യോ ഭർത്താവേ, അങ്ങ് എന്നെ ഉപേക്ഷിച്ചോ? നാഥ, അങ്ങ് എന്നെ ഉപേക്ഷിക്കാൻ എന്താണ് കാരണം? ഞാൻ മുമ്പ് അസംഖ്യം മനുഷ്യരെ ദുഃഖിപ്പിച്ച് പ്രിയപ്പെട്ട ഭാര്യമാരിൽ നിന്ന് വേർപ്പെടുത്തിയതിൻ്റെ ഫലം ഇപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇനി ഈ ദുഃഖം എത്ര കാലം ഞാൻ അനുഭവിക്കണം? മുനിമാരും മുനിപത്നിമാരും രാഘവൻ എന്തിന് നിന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ഈ സങ്കടം ഞാൻ എങ്ങനെ സഹിക്കാനാണ്? വല്ല വിധത്തിലും പ്രാണത്യാഗം ചെയ്താൽ സൂര്യവംശത്തിന് സന്താനമില്ലാതെ വരും. അമ്മമാരോട് ചെന്ന് എല്ലാ വിവരങ്ങളും അറിയിക്കൂ. അവർക്ക് എന്നെയോർത്ത് ദുഃഖമുണ്ടാകും. വല്ല വിധത്തിലും മനസ്സുഖത്തോടെ ക്ഷേമമായി വസിക്കുന്നതാണ് രാജധർമ്മം. ലോകാപവാദം ശങ്കിച്ച് ലോകനായകനും എൻ്റെ നാഥനുമായ ശ്രീരാമദേവൻ എന്നെ ഉപേക്ഷിച്ചു. എന്നെ വേർപെട്ട് കഴിയുന്ന കാലത്ത് ദുഃഖിക്കാതെ ധർമാനുസരണം രാജ്യഭരണം നടത്തട്ടെ. നീ നിത്യവും ജ്യേഷ്ഠനെ ശുശ്രൂഷിക്കുക. നീ ദുഃഖം വെടിഞ്ഞ് പെട്ടെന്ന് പൊയ്ക്കൊള്ളൂ. സീത ലക്ഷ്മണനോട് പറഞ്ഞു. സീതാദേവിയുടെ വാക്കുകൾ കേട്ട് 3 പ്രാവശ്യം ദേവിയെ പ്രദക്ഷിണം ചെയ്ത് കണ്ണുനീർ വാർത്തുകൊണ്ട് ഒന്നും സംസാരിക്കാതെ ലക്ഷ്മണൻ നടന്നു. ഭൂമിയിൽ വീണ് വിലപിക്കുന്ന സീതാദേവിയെ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നുപോയ ലക്ഷ്മണൻ ഗംഗാനദി കടന്ന് സുമന്ത്രരോടൊത്ത് മംഗളപ്രാർത്ഥനയോടെ മെല്ലെ നടന്നു. അന്നേരം ലക്ഷ്മണൻ സുമന്ത്രരോട് പറഞ്ഞു, ഇവയെല്ലാം ഓർത്താൽ വിചിത്രം തന്നെ. മാനവശ്രേഷ്ഠനായ ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ഓരോ സമയത്തുണ്ടായ ദുഃഖങ്ങൾ ഓർത്താൽ കഷ്ടം തന്നെയാണ്. അവർ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. ലക്ഷ്മണൻ്റെ വാക്കുകേട്ട് സുമന്ത്രർ പറഞ്ഞു, നാം ഇപ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ അഭിമതം സാമർഥ്യം കൊണ്ട് നീക്കാൻ കഴിയുകയില്ല. ലക്ഷ്മണ, നീ ഒരു പഴയ കഥ കേട്ടുകൊള്ളൂ. നിങ്ങൾ 4 പേരും പിറന്നപ്പോൾ ഉണ്ടായ സന്തോഷത്തിൽ ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ പോയിരുന്നു. അഗ്നിപുത്രനായ ദുർവാസാവ് ചാതുർമാസ്യവ്രതം അനുഷ്ഠിക്കാൻ അന്നവിടെ എത്തിയിരുന്നു. മഹാരാജാവ് താമസശ്രേഷ്ഠന്മാരെ വന്ദിച്ചു. വസിഷ്ഠനിൽ നിന്നും ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് മഹാരാജാവ് അവിടെ സുഖമായി വസിച്ചു. കുശലപ്രശ്നങ്ങൾ നടത്തിയ മുനിമാരോട് സുഖം തന്നെ എന്ന് രാജാവ് അറിയിച്ചു. അനന്തരം ദുർവാസാവിനെ വണങ്ങിയിട്ട് ദശരഥൻ ചോദിച്ചു, എനിക്ക് 4 പുത്രന്മാരുണ്ട്. അതിൽ മൂത്തവനായ രാമൻ ദീർഘായുഷ്മാനാണോ? മേലിൽ ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങൾ എന്തെല്ലാമെന്ന് ചിന്തിച്ച് പറഞ്ഞു തന്നാലും മറ്റുള്ള പുത്രന്മാരും നല്ല ഗുണങ്ങൾ ഉള്ളവരായിരിക്കുമോ? എന്തൊക്കെയായിരിക്കും ഭാവിയിലെ അവസ്ഥകളെന്ന് അങ്ങയെപ്പോലുള്ളവർക്ക് ദിവ്യദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയുമല്ലോ. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് ദുർവാസാവ് പറഞ്ഞു, കേട്ടുകൊള്ളൂ. 14 ലോകങ്ങളും പരിപാലിച്ചുകൊണ്ട് ശ്രീരാമൻ സഹോദരന്മാരോടും പൗരജനങ്ങളോടും കൂടി 11,000 വർഷം ജീവിക്കും. പിന്നീട് ആനന്ദത്തോടെ വൈകുണ്ഠം പ്രാപിക്കും. ജാനകി ദേവിയെ ഇടയ്ക്കുവെച്ച് വനത്തിൽ ഉപേക്ഷിക്കും. ദുഃഖകാലവും സുഖകാലവും ഉണ്ടെങ്കിലും ദുഃഖകാലം കൂടുതലായിരിക്കും. രാമന് 2 പുത്രന്മാരുണ്ടാകും. അവരെ 2 രാജ്യങ്ങളിലായി വാഴിക്കും. പിന്നീട് അയോധ്യ വനമായിത്തീരും. രാമരാജാവ് അയോധ്യവാസികൾക്കെല്ലാം വൈകുണ്ഠ ലോകപ്രാപ്തി പ്രദാനം ചെയ്യും. തുടർന്നും സൂര്യവംശം അവസാനിക്കുന്നത് വരെയുള്ള ശ്രീരാമദേവന്റെ കാര്യങ്ങൾ മുനി അറിയിച്ചു. അന്ന് ദശരഥ മഹാരാജാവ് എന്നോട് അരുളി ചെയ്തു, മറ്റാരോടും ഒരിക്കലും ഈ കാര്യങ്ങൾ പറയരുത്. എന്നാലും ഇപ്പോൾ സത്യമെല്ലാം നിന്നോട് പറഞ്ഞുകൂടെന്നില്ലല്ലോ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സീതാദേവി ദുഃഖം സഹിക്കാനാവാതെ നിലത്ത് വീണുരുണ്ടുകൊണ്ട് പറഞ്ഞു, അയ്യോ ഭർത്താവേ, എന്നെ അങ്ങൊരു കാര്യവുമില്ലാതെ ഉപേക്ഷിച്ചല്ലോ. എന്നോട് അഗ്നിയിൽ ചാടണമെന്ന് പറഞ്ഞപ്പോൾ അതും ഞാൻ ചെയ്തതല്ലേ. അഗ്നിയിൽ ചാടി മരിക്കാമെന്ന് വെച്ചാൽ അഗ്നിയും എന്നെ ചൂടുകയില്ല. പണ്ട് അങ്ങയോടൊത്ത് സന്തോഷമായി വസിച്ചതോർത്താൽ ഇന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. വെള്ളത്തിൽ ചാടി മരിക്കുകയോ വള്ളികളിൽ കെട്ടി ഞാന്ന് ചാവുകയോ ഏതാണ് നല്ലത്? കാളസർപ്പത്തിൻ്റെ കടിയേൽക്കുകയോ കാളകൂട വിഷം പാനം ചെയ്യുകയോ ഏതാണ് വേണ്ടത്? എൻ്റെ പ്രാണനെ ഏതു വിധത്തിലാണ് കളയേണ്ടത്? ഈ ഭൂമിയിലെ വാസം മതിയായി. ദുഃഖത്തോടെയുള്ള സീതാദേവിയുടെ വിലാപം
താപസകുമാരന്മാരിൽ ചിലർ കേട്ടു. അവർ വാത്മീകിയോട് ചെന്നറിയിച്ചു, ഇന്ന് ഗംഗാനദീ തീരത്തിനടുത്തുള്ള കാനന പ്രദേശത്ത് ഒരു സ്ത്രീ നിലത്തു കിടന്ന് വിലപിക്കുന്നു. ദേവസ്ത്രീകളിൽ ആരെങ്കിലുമാണോ? കണ്ടാൽ ശ്രീ ഭഗവതിയാണെന്ന് തോന്നും. അവരുടെ ദുഃഖത്തിന് കാരണം എന്താണെന്നൊന്നും അറിയില്ല. ആ സുന്ദരിയുടെ ദുഃഖം കണ്ട് വൃക്ഷങ്ങളും വല്ലികളും കരയുന്നു. നദികളുടെ ഒഴുക്ക് നിലച്ചു. സൂര്യൻ സ്തംഭിച്ചു നിൽക്കുന്നു. കാറ്റ് വീശുന്നില്ല. വൃക്ഷങ്ങളിൽ ഇരിക്കുന്ന പക്ഷികൾ ശബ്ദിക്കുന്നില്ല. സർപ്പങ്ങൾ പോടുകളിൽ കയറിയിരിക്കുന്നു. തപോനിധേ, അങ്ങ് അവളെ രക്ഷിച്ചാലും സൽക്കരിക്കാൻ യോഗ്യയാണ് അവൾ എന്നുള്ളതിൽ സംശയമില്ല. സീതാ സാന്ത്വനം. സർവതാപസകുമാരന്മാരും ഇങ്ങനെ പറഞ്ഞപ്പോൾ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് വാത്മീകി എല്ലാം മനസ്സിലാക്കി അർഘ്യപാദ്യാദികൾ എടുത്തുകൊണ്ടുവന്ന് സീതാദേവിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ആശ്വാസമേകത്തക്ക വിധത്തിൽ പറഞ്ഞു, സീതേ, നീ രാഘവപത്നിയാണെന്നും ജനക മഹാരാജാവിൻ്റെ പുത്രിയാണെന്നുമൊക്കെ എനിക്കറിയാം. നിനക്ക് അല്പം പോലും കുറ്റമില്ലെന്ന് ഞാൻ എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കുന്നു. ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കുവാനുണ്ടായ കാരണവും എനിക്ക് മനസ്സിലായി. ഇനി നീ അർഘ്യപാദ്യാദികൾ സ്വീകരിച്ച് ദുഃഖവും വെടിഞ്ഞ് എന്നോടൊപ്പം പോന്ന് ആശ്രമത്തിൽ വസിക്കുക. നിനക്ക് ആശ്രയമായിട്ട് താപസികളുണ്ട്. ജാനകി, നിന്നെ അവർ ആദരിക്കും. നിനക്കൊരു ദുഃഖവും ഉണ്ടാവുകയില്ല. നിന്റെ ഗൃഹത്തിലെന്ന പോലെ നിനക്ക് ഈ ആശ്രമത്തിൽ വസിക്കാം. മുനിശ്രേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് സീതാദേവി അദ്ദേഹത്തെ വന്ദിച്ച് കണ്ണീരോടെ സമ്മതം മൂളി. സീതാദേവിയെയും കൂട്ടി വാത്മീകി ആശ്രമത്തിലേക്ക് പോയി. മഹർഷി താപസിമാരോട് പറഞ്ഞു, നിങ്ങൾ സീതാദേവിക്ക് ദുഃഖം ഉണ്ടാവാതെ സംരക്ഷിക്കണം. അവർ സന്തോഷപൂർവ്വം സീതാദേവിയെ ആശ്രമത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സീതാദേവിക്ക് മനോദുഃഖം അല്പം കുറഞ്ഞു. മുനിയോടൊപ്പം സീതാദേവി നടന്നു പോകുന്നത് കണ്ട് ലക്ഷ്മണൻ ചിന്താധീനനായി യാത്ര തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും സുമന്ത്രരും ലക്ഷ്മണനും കൗശികി നദിയുടെ തീരത്തെത്തി. അവർ രാത്രി മുഴുവൻ അവിടെ വിശ്രമിച്ചു. സൂര്യോദയവേളയിൽ യാത്ര തുടർന്ന് മധ്യാഹ്നമായപ്പോൾ അവർ അയോധ്യയിൽ എത്തിച്ചേർന്നു. ശ്രീരാമചന്ദ്രനെ ആശ്വസിപ്പിക്കുന്ന ലക്ഷ്മണൻ. മുഖകമലം വാടി ആരെയും നോക്കാതെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് കുമ്പിട്ടിരിക്കുന്ന ശ്രീരാമൻ്റെ പാദകമലങ്ങളെ ലക്ഷ്മണൻ വന്ദിച്ചു. എന്ത് പറയണമെന്ന് വളരെ നേരം ചിന്തിച്ചിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, നാഥ, മൂഢന്മാരെ പോലെ അങ്ങ് ദുഃഖിക്കുന്നത് എന്തിനാണ്? ശരീരം, വീട്, ധനം, പുത്രൻ, ഭാര്യ തുടങ്ങിയവയെ വേർപെടാത്തവരായി ആരാണ് ഭൂമിയിലുള്ളത്? വഴിപോക്കറി വഴിയമ്പലത്തിൽ കയറി വിശ്രമിച്ചിട്ട് പോകുന്നത് പോലെ അച്ഛൻ, അമ്മ, പുത്രി, ഭാര്യ, ധനം എന്നിവയൊക്കെ കുറേ കാലം കൂടെ ഇരുന്നിട്ട് കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഓരോ സമയത്ത് ഓരോ വഴികളിലൂടെ പിരിഞ്ഞു പോകുന്നു. അതിൽ ദുഃഖിക്കുന്നത് അജ്ഞതയല്ലേ? ശ്രീരാമദേവ, ഇത് ജ്ഞാനികൾക്ക് ചേർന്നതല്ല. അങ്ങയ്ക്ക് അറിയാത്തതായി യാതൊന്നുമില്ല. എങ്കിലും അതിശോകത്താൽ എല്ലാവർക്കും അന്ധതയുണ്ടാകും. പത്നിയെ പിരിഞ്ഞതുകൊണ്ട് രാജാവിന് വളരെ ദുഃഖമുണ്ടെന്ന് നാനാലോകരും പരിഹാസത്തോടെ പറയുന്നത് മംഗലമല്ല. വിഷയസുഖത്തിൽ ചാബല്യമില്ലാത്തവനായി ആരുമില്ല. മുനിമാർ പോലും അതിൽ മോഹിക്കുന്നു. രാമൻ ധീരനാണെന്ന് പറയുന്നെങ്കിലും വളരെ ചാഞ്ചല്യമുള്ളവനാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങിയാൽ അത് നന്നല്ല. വല്ല വിധത്തിലും ഈ വിഷാദം കളയണം. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ സൗമുഖ്യത്തോടെ അരുളി ചെയ്തു, നീ പറഞ്ഞത് സാരമുള്ള കാര്യമാണ്. ഇനി എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കണം. ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസമാകുന്നു. കാലം വേഗത്തിൽ കടന്നുപോകും. കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അവസരം കിട്ടുകയുമില്ല. നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ രാജാക്കന്മാർക്ക് ആപത്തുണ്ടാകും. പാപത്തിനു കൂടി അത് കാരണമായി തീർന്നേക്കാം. നൃഗചരിത്രം. ശ്രീരാമൻ തുടർന്ന് പറഞ്ഞു, പണ്ട് അയോധ്യയിൽ ഇക്ഷ്വാകുവിൻ്റെ സഹോദരനായി നൃഗൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് 1 കോടി പശുക്കളെ ദാനം ചെയ്തു. ജനങ്ങളെല്ലാം രാജാവിനെ പ്രശംസിച്ചു. ഒരു ബ്രാഹ്മണന്റെ പശു തിരിച്ച് രാജാവിൻ്റെ പശുക്കൂട്ടത്തിനിടയിൽ വന്നു നിന്നു. ഇതൊന്നും അറിയാതെ രാജാവ് ആ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. തൻ്റെ പശുവിനെ കാണാതെ ബ്രാഹ്മണൻ പലയിടത്തും അന്വേഷിച്ചു. കണ്ടുകിട്ടാത്തതിനാൽ അദ്ദേഹം വളരെ ദുഃഖിതനായി. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ മറ്റൊരു ബ്രാഹ്മണ ഗൃഹത്തിൽ തൻ്റെ പശുവിനെ കണ്ടു. വാ വാ ശബലേ എന്ന് ആ പശുവിനെ വിളിച്ചപ്പോൾ അത് അയാളുടെ പിന്നാലെ പോയി. അന്നേരം മറ്റേ ബ്രാഹ്മണൻ പറഞ്ഞു, ഇത് രാജാവ് എനിക്ക് തന്ന പശുവാണ്. അന്നേരം പശുവിൻ്റെ ഉടമസ്ഥനായ ബ്രാഹ്മണൻ പറഞ്ഞു, എൻ്റെ പശുവിനെ രാജാവ് നിങ്ങൾക്ക് തരികയില്ല. ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് എന്നോട്
കള്ളം പറയരുത്. മറ്റേ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ തന്ന പശുവല്ല എന്ന് രാജാവ് പറയുകയാണെങ്കിൽ ഞാൻ പശുവിനെ വിട്ടയച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ പശുവിനെ വിട്ടുതരികയില്ല. നിങ്ങൾ പറയുന്ന ദുർവാക്കുകളൊക്കെ ഞാൻ ക്ഷമിക്കാം. ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ കള്ളരുടെ പശുവിനെ സ്വീകരിക്കുകയില്ല. ഇത് കേട്ട് മറ്റേ ബ്രാഹ്മണൻ പറഞ്ഞു, കള്ളൻ ഞാനല്ല, രാജാവാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ കലഹിക്കാൻ തുടങ്ങി. എന്നിട്ട് രാജാവിനോട് തന്നെ ചോദിക്കാം എന്നുറച്ചുകൊണ്ട് അവർ ഗോപുരവാതിൽക്കലെത്തി. എന്നാൽ രാജാവിന് കാണാൻ സമയമില്ലെന്ന് അവർക്ക് മറുപടി കിട്ടി. 2 ബ്രാഹ്മണന്മാരും അവിടെ കുറച്ചു ദിവസം വസിച്ചു. എന്നിട്ടും രാജാവിനെ കാണാൻ അനുമതി കിട്ടാത്തതുകൊണ്ട് കോപിഷ്ഠരായ ബ്രാഹ്മണർ രാജാവിനെ ശപിച്ചു. അങ്ങ് കിണറ്റിൽ ഒരു ഓന്തിൻ്റെ രൂപത്തിൽ കിടക്കുക. ദ്വാപര യുഗാവസാനത്തിൽ ശ്രീനാരായണൻ കൃഷ്ണനായി പിറന്ന് നിന്നെ സ്പർശിക്കും. അന്ന് നിനക്ക് ശാപമോക്ഷം ലഭിക്കും. ആ ബ്രാഹ്മണൻ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനം നൽകിയ ശേഷം അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. അന്നേരം വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞ രാജാവ് തൻ്റെ പുത്രന് രാജാഭിഷേകം നടത്തി. ദുഃഖിതനായ രാജാവ് തൻ്റെ പുത്രനോട് പറഞ്ഞു, മഴയും മഞ്ഞും വെയിലുമുള്ള കാലത്ത് അഴൽ കൂടാതെ വസിക്കാൻ തക്കവണ്ണം 3 കിണറുകൾ നിർമ്മിക്കുക. അവയുടെ തീരത്ത് വള്ളികളും വൃക്ഷങ്ങളും ഉണ്ടാകണം. പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് വസുവെന്ന ആ പുത്രൻ കിണറുകൾ നിർമ്മിച്ചു. രാജാവ് ഇന്നും അതിൽ തന്നെ കിടക്കുന്നു. ഇപ്രകാരം രാമൻ പറയുന്നത് കേട്ട് ലക്ഷ്മണൻ അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് ചോദിച്ചു, രഘുപതേ, അറിയാതെ ചെയ്തു പോയ ചെറിയ തെറ്റിന് അവർ കോപത്തോടും ഈ വിധം ശപിച്ചത് ശരിയാണ്. ഇതിൻ്റെ രഹസ്യം ചിന്തിച്ചാൽ ആർക്കറിയാൻ കഴിയും? മൃഗരാജാവ് ദാനശീലനല്ലേ? നിമിചരിതം. ഇപ്രകാരം ലക്ഷ്മണൻ പറഞ്ഞ നേരത്തെ ശ്രീരാമൻ പറഞ്ഞു, സഖേ, ആർക്കറിയാം ഇതെല്ലാം? പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഈ ശാപം ഒരു നിമിത്തമായെന്ന് മാത്രമേ കരുതാനാവൂ. ഇതെല്ലാം ബ്രഹ്മാവിൻ്റെ കൽപ്പിതമാണ്. ലക്ഷ്മണ, നീ ഇനിയും ഒരു കഥ കേട്ടുകൊള്ളൂ. പണ്ട് നിമി എന്ന രാജാവ് ഗൗതമാശ്രമത്തിനടുത്ത് ഒരു ഗൃഹം നിർമ്മിച്ച് വളരെ കാലം വസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് ഒരു യാഗം നടത്തണമെന്ന് കരുതി വസിഷ്ഠ മഹർഷിയെ വിവരമറിയിച്ചു. അപ്പോൾ മഹർഷി രാജാവിനോട് അരുളി ചെയ്തു, ഇന്ദ്രൻ ഒരു യാഗം നടത്തുന്നതായി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് പോകാനായി ഞാൻ ഒരുങ്ങുകയാണ്. അത് കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം നിന്റെ യാഗം നടത്താം. ഇപ്രകാരം അരുളി ചെയ്ത ശേഷം വസിഷ്ഠ മഹർഷി സ്വർഗത്തിലേക്ക് പോയി. നിമി ഗൗതമ മഹർഷിയെ കൊണ്ട് യാഗം ചെയ്യിച്ചു. 1000 വർഷങ്ങൾ കൊണ്ട് യാഗം പൂർത്തിയായി. യജമാനൻ യാഗാന്ത സ്നാനവും നടത്തി. ആ സമയത്ത് മടങ്ങി വന്ന വസിഷ്ഠൻ കണ്ടത് നിദ്രാവശനായി കിടക്കുന്ന രാജാവിനെയാണ്. തന്നെ സൽക്കരിക്കാത്തതുകൊണ്ടും യാഗം തന്നെ കൂട്ടാതെ നടത്തിയതുകൊണ്ടും വസിഷ്ഠൻ കോപം പൂണ്ട് രാജാവിനെ ശപിച്ചു. നിന്റെ ദേഹവും ദേഹിയും വേർപെട്ടു പോകട്ടെ. ശാപവാക്കുകൾ കേട്ട് ഉണർന്ന നിമി രാജാവ് ദേഹദേഹികൾ തമ്മിൽ പിരിഞ്ഞു പോകട്ടെ എന്ന് വസിഷ്ഠ മഹർഷിയെയും ശപിച്ചു. പരസ്പരം ശപിച്ചത് കാരണം 2 പേരും വായുരൂപികളായിത്തീർന്നു. വസിഷ്ഠമുനി വായുരൂപത്തിൽ തന്നെ ബ്രഹ്മാവിൻ്റെ അടുക്കലെത്തി തൻ്റെ സങ്കടാവസ്ഥ അറിയിച്ചു. ഉർവശിയിൽ നിന്ന് സൂര്യബീജവും വരുണബീജവും കൊണ്ട് ഒരു ദിവ്യമായ ദേഹം ഉണ്ടാക്കിക്കൊള്ളാൻ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു. സൂര്യബീജവും വരുണബീജവും തമ്മിൽ ചേർന്നപ്പോൾ വഹിക്കാനാവാത്ത ഭാരമായതിനാൽ ഉർവശി ആ 2 ബീജങ്ങളെയും ഒരു കുടത്തിൽ നിക്ഷേപിച്ചു. കുടത്തിൽ നിന്ന് അഗസ്ത്യൻ ജനിച്ചു. അതിനുശേഷം ആ കുടത്തിൽ നിന്ന് തന്നെ വസിഷ്ഠ ശരീരവും ഉണ്ടായി. അങ്ങനെയിരിക്കെ സൂര്യൻ ഉർവശിയെ ശപിച്ചു, നീ വളരെ കാലം ഒരു മനുഷ്യൻ്റെ പത്നിയായി തീരട്ടെ. അങ്ങനെ ഉർവശി പുരൂരവസിൻ്റെ പത്നിയായി. നിമിക്ക് ദേഹം ഉണ്ടാക്കാമെന്ന് മുനികളും ദേവന്മാരും അറിയിച്ചു. അന്നേരം നിമി പറഞ്ഞു, ശരീരം ഉണ്ടായാൽ ദുഃഖം ഒഴിയുകയില്ല. അതുകൊണ്ട് എനിക്ക് ദേഹം ഉണ്ടാവേണ്ട. സകല ജീവികളുടെയും കണ്ണുകളിൽ വായുവിൻ്റെ രൂപത്തിൽ ഞാൻ വസിച്ചുകൊള്ളാം. അന്നേരം അഗ്നിദേവൻ തുടങ്ങിയവർ നിന്റെ മനസ്സിന് ആശ്വാസം കിട്ടുന്നതിനായി കണ്ണ് ഇമച്ചു മെഴിക്കുക എന്ന് അനുഗ്രഹിച്ചു. നിമിയുടെ ശരീരം മുനിവരന്മാർ കുടഞ്ഞപ്പോൾ മിഥി എന്ന രാജാവ് പിറന്നു. മിഥിയുടെ പുത്രന്മാരെല്ലാം മൈഥലന്മാരായി. ദേഹമില്ലാത്തവൻ്റെ പുത്രന്മാരാകയാൽ പൃഥുവീരന്മാർക്ക് വൈദേഹന്മാർ എന്ന പേരും ഉണ്ടായി. മഥനം ചെയ്ത് ജനിപ്പിച്ചതുകൊണ്ട് വിദ്വാൻമാർ അവരെ ജനകന്മാരെന്നും വിളിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മെ കാണാനെത്തിയവർക്ക് നമ്മെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വിധത്തിലുള്ള ആപത്തുകൾ ഉണ്ടാകും എന്ന് നീ മനസ്സിലാക്കണം എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. ലക്ഷ്മണൻ ചോദിച്ചു,
നിമി വസിഷ്ഠനെ ശപിച്ചതെങ്ങനെ? അവരുടെ തപശക്തി തുല്യമാണോ? ആ യഥാതി ചരിതം വായിക്കാം. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എല്ലാവർക്കും ക്ഷമയുണ്ടാവുകയില്ല. ഞാൻ ഇനിയുമൊരു കഥ ചുരുക്കി പറഞ്ഞു തരാം. ചന്ദ്രവംശത്തിൽ ബുധപുത്രനായ പുരുരവസ് എന്ന രാജാവിൻ്റെ മകനായിരുന്നു ആയുസ്. അവൻ്റെ പുത്രനായിരുന്നു നഹുഷൻ. നഹുഷൻ്റെ പുത്രനായി യയാതി പിറന്നു. ശുക്രപുത്രിയായ ദേവയാനിയും വൃഷപർവാവിൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയും യയാതിയുടെ പത്നിമാരായി. ദേവയാനിക്ക് യദു, തുർവശു എന്നീ 2 പുത്രന്മാരും ശർമ്മിഷ്ഠയ്ക്ക് ദ്രുഹ്യു, അനുദ്രുഹ്യു, പുരു എന്നീ പുത്രന്മാരും ഉണ്ടായി. യയാതിയുടെ ഇഷ്ടപത്നി ശർമ്മിഷ്ഠയായിരുന്നു. അതുകൊണ്ട് ദേവയാനിക്ക് ദുഃഖമുണ്ടായിരുന്നു. അവൾ പിതാവായ ശുക്രാചാര്യരോട് തൻ്റെ ദുഃഖമറിയിച്ചു. ശുക്രാചാര്യർ ക്രോധത്തോടെ യയാതിയെ ശപിച്ചു. നീ ജരാനരകൾ ബാധിച്ച് വൃദ്ധനായിത്തീരട്ടെ. ശാപമറിഞ്ഞ രാജാവ് ദുഃഖിതനായി. പുത്രനായ യദുവിനെ വിളിച്ച് രാജാവ് പറഞ്ഞു, എൻ്റെ വാർദ്ധക്യം വാങ്ങിയിട്ട് നിന്റെ യൗവനം എനിക്ക് തരണം. ഇത് കേട്ട് യദു സൂക്ഷ്മധർമ്മം ചിന്തിച്ച് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം അറിഞ്ഞു പറഞ്ഞു, ഇത് ധർമ്മമല്ല. എനിക്ക് ഇത് ഓർത്താൽ വിഷമമുണ്ട്. ഞാനിത് സമ്മതിക്കുകയില്ല. പിന്നീട് പുരുവിനോടും യയാതി ഇതേ ആവശ്യം ഉന്നയിച്ചു. പിതാവിൻ്റെ നിയോഗം അനുസരിച്ചാൽ അനുഗ്രഹമുണ്ടാകും എന്ന് കരുതി ഭക്തിപൂർവം പിതാവിൻ്റെ വാർദ്ധക്യം പുരു ഏറ്റുവാങ്ങി. രാജാവിന് പുത്രൻ്റെ നേർക്ക് കാരുണ്യം വർദ്ധിച്ചു. ദീർഘകാലം രാജ്യഭരണം നടത്തിയും ഭോഗങ്ങൾ അനുഭവിച്ചും കഴിഞ്ഞ യയാതി പുത്രന് യൗവനം തിരിച്ചു കൊടുത്ത് വാർദ്ധക്യം ഏറ്റുവാങ്ങി. എന്നിട്ട് പുരുവിനെ രാജാവായി അഭിഷേകം ചെയ്തു. രാജചിഹ്നങ്ങൾ നിങ്ങൾക്കില്ലാതെ പോകട്ടെ എന്ന് യദു തുടങ്ങിയ 4 പുത്രന്മാരെയും രാജാവ് ശപിച്ചു. ശുക്രന്റെ ശാപം ലഭിച്ച യയാതി സദ്ഗുണസമ്പന്നനായതിനാൽ അദ്ദേഹത്തെ തിരിച്ച് ശപിച്ചില്ല. ഇത്രയും പറഞ്ഞിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് വീണ്ടും പറഞ്ഞു, മുൻപ് ആ നൃഗന് വന്നുപെട്ടതുപോലുള്ള ആപത്തുകൾ നമുക്കിനിമേലിൽ വരാതിരിക്കാൻ കഴിവതും ശ്രമിക്കണം. നമ്മെ കാണുന്നതിനായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്രഭാതത്തിൽ ബഹുമാനപൂർവ്വം നീ കൂട്ടിക്കൊണ്ടുവരണം. ഇപ്രകാരം ഓരോന്ന് പറഞ്ഞിരുന്ന് രാമലക്ഷ്മണന്മാർ രാത്രി കഴിച്ചു. നേരം പുലർന്നപ്പോൾ ശ്രീരാമൻ സന്ധ്യാവന്ദനങ്ങളെല്ലാം ചെയ്ത് സുവർണ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. നമുക്ക് ഇന്നിവിടെ നിർത്താം.